ഐഫോൺ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞാലോ? ഐഫോണിന്റെ ബോക്സ് തുറക്കുന്നത് പോലും റൈറ്റ് ആൻഡ് പ്രിസൈസ് ആയിട്ടുള്ള എയർ റെസിസ്റ്റൻസോട് കൂടിയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ പലർക്കും ഐഫോൺ ആദ്യമായിട്ട് അൺബോക്സ് ഒക്കെ ചെയ്യുമ്പോൾ എന്തോ ഒരു മഹത്തായ സംഭവം തുറക്കുന്ന പോലെയൊക്കെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് സ്ലോ ആയിട്ട് ഫസ്റ്റ് ടൈം ഒക്കെ അൺബോക്സ് ചെയ്യുന്നത്. ബോക്സിൽ നിന്ന് കിട്ടുന്ന ഒരു ടോട്ടൽ ഫീല്, എയർപോർട്സിന്റെയും ചാർജിങ് കേബിൾസിന്റെ ഒക്കെ കളേഴ്സ്, ഇതൊക്കെ ആക്ച്വലി പലരെയും ഇൻ റിയാലിറ്റി അവരുടെ ഡിവൈസസ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ആപ്പിൾ സ്റ്റോഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വളരെ മിനിമലായ ഡിസൈൻ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ്, നല്ല വൈഡ് സ്പേസസ്, ഇതൊക്കെ ആക്ച്വലി ദിസ് ഓൾ വിൽ മേക്ക് യുവർ ബ്രെയിൻ തിങ്ക് ദാറ്റ് യു ആർ ബൈയിങ് എ ടോട്ടൽ കലാസൃഷ്ടി. പിന്നെ ആപ്പിൾ എക്കോസിസ്റ്റം സ്ട്രാറ്റജി. എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, കയ്യിലുള്ള എല്ലാ ടെക്കും ആപ്പിൾ പ്രൊഡക്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ദ മോസ്റ്റ് കംഫർട്ടബിൾ തിങ് എവർ. വെൽ, ഇൻ റിയാലിറ്റി ഇറ്റ്സ് ഓൾസോ എ മാർക്കറ്റിംഗ് ട്രാപ്പ്. എന്തിന്? ഇന്ന് US ഗവൺമെന്റിനെക്കാട്ടിൽ കൂടുതൽ പണമുണ്ട് നമ്മളുടെ ആപ്പിളിന്റെ കയ്യിൽ. സോ വിച്ച് വൺ ഡു യു പ്രിഫർ, ആൻ ആൻഡ്രോയിഡ് ഓർ ആൻ ആപ്പിൾ? കമന്റ് ചെയ്യുക വിത്ത് കാരണം.